തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. എവിടെ നിന്നാണ് കൺസ്യൂമർ ബിഹേവിയർ തുടങ്ങുന്നത്? വേർ ഡസ് ദിസ് സ്റ്റാർട്ട് ഫ്രോം? ഓർ ബേസിക്കലി സ്പീക്കിംഗ്, ഈ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിയിലെ ഒരു എക്കണോമിക് ഏജന്റ് ആണ്. ഒരു എക്കണോമിക് ഏജന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഏജന്റ് ആണ്. ആ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഏജന്റ്, അതായത് കൺസ്യൂമർ എന്നുള്ള റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ഏജന്റ് എന്തിനായിരിക്കും ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്? വാട്ട് വുഡ് ബി ദ വെരി പർപ്പസ് ഓഫ് ദാറ്റ്? അയാളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അയാളുടെ ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യാനായിരിക്കില്ലേ ഒരാൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്? സോ എങ്ങനെയാണ് എക്കോണമിയിൽ ഇത് ചെയ്യുന്നത്? എക്കോണമിയിൽ എങ്ങനെയാണ് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ അഥവാ നമ്മൾ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത്? ഇത് തുടങ്ങുന്നത് കൺസ്യൂമേഴ്സ് ഹാവ് സംതിങ് കോൾഡ് എസ് പ്രിഫറൻസസ്. ഓരോ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രിഫറൻസുകൾ ഉണ്ടാവും, താല്പര്യങ്ങൾ ഉണ്ടാവും. എനിക്ക് ഓറഞ്ചിനേക്കാളും ആപ്പിളാണ് പ്രിയം എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തിൽ നിന്ന് എന്റെ കയ്യിലുള്ള ഫിനാൻഷ്യൽ പൈസയൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ചോയ്സ് ഇടും. കടയിൽ പോകുന്ന സമയത്ത് ആപ്പിൾ മേടിക്കുന്നതിന് പകരം ഞാൻ ഓറഞ്ച് മേടിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ബേസിക്കലി പ്രിഫറൻസുകൾ ലീഡ് ചെയ്യുന്ന ചോയ്സുകളിൽ നിന്നുമാണ് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ടാവുക. അപ്പൊ പല രീതിയിൽ നമുക്ക് ഈ കൺസ്യൂമർ ബിഹേവിയറിനെ ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ മാപ്പ് ചെയ്യാം. അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. എന്താണ് ഒരു കൺസ്യൂമറിന് ആവശ്യമായിട്ട് വരുന്നത്? ഒരു കൺസ്യൂമറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അയാളുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ഒരു ഉദാഹരണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി കൺസ്യൂമേഴ്സ് ആണ്. നിങ്ങളൊരു പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു പ്രോഗ്രാം എടുത്തുള്ള ആളുകളാണ്. എന്തിനാണ് നിങ്ങൾ പ്രോഗ്രാം എടുത്തിട്ടുള്ളത്? എന്താ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്? എന്താ ടീച്ചർ എന്തിനു വേണ്ടി? മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട്. ഈ എക്സാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിൽ നിന്ന്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈ സാലറിയും പെറുകളും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഹയർ ജോബ് സാറ്റിസ്ഫാക്ഷനും ലൈഫിൽ സാറ്റിസ്ഫാക്ഷനും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. സോ ഓരോ കൺസംഷൻ ഡിസിഷന്റെ പിന്നിലുമുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏതൊരു കൺസ്യൂമറും എക്കോണമിയിൽ ഫേസ് ചെയ്യുന്ന ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടാവും. ആ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻകത്തിന് വളരെ വ്യത്യസ്തമായുള്ള പ്രൊഡക്റ്റുകളുടെ മുകളിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട്, ആ വളരെ വ്യത്യസ്തമായുള്ള പ്രൊഡക്റ്റുകളിൽ എങ്ങനെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ചോയ്സ് പ്രോബ്ലം ഇൻ എക്കണോമിക്സ്. ചോയ്സുകൾ വരുന്നത് പ്രിഫറൻസുകളിൽ നിന്നാണ്. ഈ പ്രിഫറൻസുകളിൽ നിന്നാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ബേസിക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ ഈ ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്ന റിലേറ്റീവ്ലി പുതിയൊരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. പക്ഷെ ഇപ്പൊ വളരെയധികം പോപ്പുലർ ആയി വരുന്ന ഒരു ബ്രാഞ്ച് ആണ് ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ എക്കണോമിക്സും കൺവെൻഷണൽ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള മാറ്റം എന്താണ്? ടീച്ചർ എന്താണ് ബിഹേവിയറൽ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേട്ടിട്ടില്ലേ ബിഹേവിയറൽ എക്കണോമിക്സ് എന്നുള്ള ബ്രാഞ്ചിനെ പറ്റിയിട്ട്? എന്താ കേട്ടിട്ടുണ്ട്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെ പറ്റിയിട്ട്? ഓക്കെ, മറ്റേ ആളോ ഷീന കേട്ടിട്ടുണ്ടോ? ഓക്കെ, ബിഹേവിയറൽ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആളുകൾ അഥവാ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ എക്കണോമിയിലുള്ള ഏജന്റുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ബിഹേവിയറൽ എക്കണോമിക്സിൽ പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, കൺസ്യൂമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന്. പക്ഷേ നമ്മൾ കൺവെൻഷണൽ മൈക്രോ എക്കണോമിക്സും ബിഹേവിയറൽ എക്കണോമിക്സും നമ്മുടെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പം എന്തെങ്കിലും ഇതിനകത്ത് MCQകൾ കിട്ടാം. കൺവെൻഷണൽ എക്കണോമിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആർ റാഷണൽ എന്നുള്ളൊരു അസംഷൻ ഉണ്ട് ഇല്ലേ? എക്കണോമിക് ഏജന്റുകൾ റാഷണൽ ആണ് എന്നുള്ളൊരു അസംഷൻ അവിടെ ഇല്ലേ? പക്ഷെ ഇൻ റിയാലിറ്റി നമ്മൾ എല്ലായ്പ്പോഴും റാഷണൽ ആയിട്ടാണോ ഡിസിഷൻ എടുക്കാറുള്ളത്? ഒരു കടയിൽ പോയിട്ട് അവിടെ മാർക്കറ്റ് ചെയ്യുന്ന രീതികളോ അല്ലെങ്കിൽ സെയിൽസ്മാന്റെ സംസാരമോ കേട്ടിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ പലപ്പോഴും മേടിച്ചു വരാറില്ലേ? അതൊരു ഇറാഷണൽ ഡിസിഷൻ മേക്കിംഗ് അല്ലേ? അപ്പൊ ബിഹേവിയറൽ എക്കണോമിക്സ് പഠിക്കുന്നത് ഇറാഷണൽ ഡിസിഷൻ മേക്കിങ്ങിനെയും ഇറാഷണൽ ചോയ്സ് മേക്കിങ്ങിനെയൊക്കെയാണ്. സോ ബിഹേവിയറൽ എക്കണോമിക്സിലുള്ളത് ഇറ്റ്സ് ബേസിക്കലി എ ചോയ്സ് പ്രോബ്ലം. ഇറ്റ് കംസ് ഫ്രം പ്രിഫറൻസസ്. സോ നമ്മളുടേതായുള്ള ചോയ്സുകളുണ്ട്, അതുപോലെ തന്നെ ബജറ്റ് കൺസ്ട്രെയിനുകളുണ്ട്. ഈ നമ്മളുടെ ചോയ്സുകളും നമ്മളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നുള്ളതിനും അനുസരിച്ചിട്ടിരിക്കും നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യുമെന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് പർച്ചേസ് ചെയ്യുമെന്ന്. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ബനാന വേഴ്സസ് മാംഗോസ്, അല്ലെങ്കിൽ 2 ഫ്രൂട്ട്സ് എടുക്കുന്ന ഒരു എക്സാം. ഈ 2 ഫ്രൂട്ട്സ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ബനാന എനിക്ക് വേണം, എത്ര ക്വാണ്ടിറ്റി ഓഫ് മാംഗോ എനിക്ക് വേണം, ഇങ്ങനെ പല കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. എന്റെ കയ്യിൽ ഒരു 1000 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ 1000 രൂപ ഉപയോഗിച്ചിട്ട് എനിക്ക് ചിലപ്പോ 10 കിലോ ബനാനയും 10 കിലോ മാംഗോയും മേടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 15 കിലോ ബനാനയും ഒരു 7 കിലോ മാംഗോയും മേടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 കിലോ ബനാനയും
ഒരു 12 കിലോ മാംഗോയും മേടിക്കാം. ഇങ്ങനെ പല കോമ്പിനേഷൻസ് എനിക്ക് 1000 രൂപ കൊണ്ട് മേടിക്കുന്നത് പോസിബിൾ ആണ് അല്ലെ? ഈ വ്യത്യസ്ത കോമ്പിനേഷനുകളെയാണ് നമ്മൾ കൺസംഷൻ ബണ്ടിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഉള്ള പൈസ കൊണ്ട് കിട്ടാവുന്ന, അതായത് എന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ബണ്ടിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഗുഡ്. ഇനി ടെക്നിക്കലി സ്പീക്കിംഗ് വി കം ടു വാട്ട് ഈസ് കോൾഡ് as യൂട്ടിലിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഡു വി മീൻ ബൈ യൂട്ടിലിറ്റി? ഓക്കെ, ഒരു കമ്മോഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളെ വാണ്ടികളെ മീറ്റ് ചെയ്യാൻ ആ കമ്മോഡിറ്റിക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ഭക്ഷണം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാണ്ടുകളെ മീറ്റ് ചെയ്യാൻ അതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അതാണ് അതിന്റെ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി. സോ ആ ഓരോന്നിന്റെ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയാണ് നമ്മൾ അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്, നമ്മളുടെ ഏതെങ്കിലും ഒരു വാണ്ടിന് ഒരുപാട് സാറ്റിസ്ഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ യൂട്ടിലിറ്റി കൂടുതലാണ് എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. വേണ്ടേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഒരുപാട് വിശന്നിരിക്കുകയാണ് ഒരു സിറ്റുവേഷൻ. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വലിയ വിശപ്പൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഭക്ഷണം കൊടുന്നു വെച്ചു. ഏത് സമയത്തായിരിക്കും നിങ്ങൾക്ക് ഭക്ഷണത്തിനോടുള്ള ആസക്തി കൂടുതൽ ഉണ്ടാവുക? വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും, വിശന്നിരിക്കാത്ത സമയത്തായിരിക്കും? വിശന്നിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാനുള്ള, കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യാനുള്ള ഡിസയർ എത്രത്തോളം സ്ട്രോങ് ആവുന്നോ അത്രത്തോളം അതിൽ നിന്നുള്ള യൂട്ടിലിറ്റിയും കൂടും. അതുകൊണ്ടാണ് യൂട്ടിലിറ്റി വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. കാരണം ഒരേ പ്രൊഡക്റ്റ് പല ആളുകൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിഫറെന്റ് ആയിരിക്കാം. ഒരേ പ്രൊഡക്റ്റ് ഒരാൾ തന്നെ പല സാഹചര്യങ്ങളിൽ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ഡിഫറെന്റ് ആയിരിക്കാം. സോ ബേസിക്കലി നമ്മൾ പറയുന്ന എക്കണോമിയിൽ പറയുന്ന ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ യൂട്ടിലിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഞാനൊരു കടയിലോട്ട് പോയി ഐസ്ക്രീം കഴിക്കാനുള്ള വല്ലാത്ത കൊതി കാരണം ഒരു കടയിലോട്ട് പോയിട്ട് ആദ്യത്തെ ഒരു കപ്പ് ഐസ്ക്രീം ഞാൻ മേടിച്ചു കഴിച്ചു. രണ്ടാമത്തെ ഒരു കപ്പ് മേടിക്കുമ്പോഴേക്കും ആദ്യത്തെ ഐസ്ക്രീമിന്റെ അത്ര ഒരു വാണ്ടിരിക്കില്ല, എന്റെ വാണ്ട് റിലേറ്റീവ്ലി കുറഞ്ഞിട്ട്. മൂന്നാമത്തെ കപ്പ് ആകുമ്പോഴേക്കും വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഓരോ ഐസ്ക്രീം കപ്പ് കഴിക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഡിമാൻഡ് ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ്. ഈ ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂട്ടിലിറ്റിയിൽ നിന്നാണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ യൂട്ടിലിറ്റി അനാലിസിസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള അപ്രോച്ച്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഗുഡ്. യൂട്ടിലിറ്റി അനാലിസിസിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. കാർഡിനൽ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ കാർഡിനൽ, ഓർഡിനൽ എന്നുള്ള വാക്കുകളുടെ ഫണ്ടമെന്റൽ ഡിഫറൻസ്? നമ്പർ വൈസ് കാർഡിനൽ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്പർ ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഓർഡിനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് പറയാം എനിക്ക് ആപ്പിളിനെയാണ് ഓറഞ്ചിനേക്കാളും ഇഷ്ടം, പക്ഷെ ആപ്പിളിനെ എനിക്ക് ഓറഞ്ചിനേക്കാളും 2 മടങ്ങ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ 3 മടങ്ങ് ഇഷ്ടമാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇല്ലല്ലോ. അങ്ങനെ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റേതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അനാലിസിസ്. സോ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് യൂട്ടിലിറ്റിയെ നമുക്ക് നമ്പറുകളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് ബേസിക് അസംപ്ഷൻ. സോ കാർഡിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് രണ്ട് വളരെ ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ട്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റിയും ഒന്ന് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിൽ ഡിഫറൻസ്? ഒരു ഐസ്ക്രീമിന്റെ കേസ് എടുത്തിട്ട് പറഞ്ഞാൽ മതി. അഡീഷണൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഞാൻ ഓൾറെഡി 2 കപ്പ് ഐസ്ക്രീം കഴിച്ചു, 3ാമത്തെ കപ്പിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് മാർജിനൽ. ടോട്ടൽ എന്താണ്? എല്ലാ 3 കപ്പ് ഐസ്ക്രീമിൽ നിന്ന് മൊത്തം കിട്ടുന്നത്. ഇതുവരെയുള്ള എന്റെ ടോട്ടൽ കൺസംഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ എന്ന് പറയുമ്പോൾ പുതിയ 1 യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കപ്പ് ഐസ്ക്രീം കഴിഞ്ഞ് കൺസംഷൻ കൂടുന്നവരും ഒരു ഐസ്ക്രീം എടുത്തു, 2ാമത്തേത് എടുത്തു, 3ാമത്തെ എടുത്തു. അങ്ങനെ ഐസ്ക്രീമിന്റെ എണ്ണം, കൺസ്യൂം ചെയ്യുന്ന എണ്ണം കൂടുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് സംഭവിക്കും? അത് കുറയോ കൂടുവോ? വാട്ട് വിൽ ഹാപ്പൻ ടു ടോട്ടൽ യൂട്ടിലിറ്റി? അപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി ആണെങ്കിലോ? മാർജിനൽ യൂട്ടിലിറ്റി ആണെങ്കിൽ ഓരോ കപ്പ് ഐസ്ക്രീം നമ്മൾ കഴിക്കുന്ന സമയത്തും എന്ത് സംഭവിക്കും? യൂട്ടിലിറ്റി കൂടിക്കൊണ്ടേ ആയിരിക്കും. ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 12 ആണ് എന്നുണ്ടെങ്കിൽ 12 എന്നാണ് നമ്മൾ യൂണിറ്റ്. അടുത്ത യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത്
ആ യൂട്ടിലിറ്റി 18 ആവുന്നു, 22 ആവുന്നു, 24 ആവുന്നു. ഒരു ഘട്ടത്തിൽ ഇത് ചിലപ്പോൾ കുറയാൻ വരെ സാധ്യതയുണ്ട്. 24 നിന്ന് 22 വരാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോന്നിലും, അത് ഓരോ അഡീഷണൽ യൂണിറ്റ് ഞാൻ കൺസ്യൂം ചെയ്യുന്ന സമയത്തും എനിക്ക് കിട്ടുന്ന യൂണിറ്റ് ഇതാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസംഷനിൽ നിന്നും എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? സാറിന് ടോട്ടൽ യൂട്ടിലിറ്റി കുറയാനുള്ള കാരണം എന്താവും? ടോട്ടൽ യൂട്ടിലിറ്റി കുറയാനുള്ളൊരു കാരണം, ഒരു ഭക്ഷണത്തിന്റെ കേസ് തന്നെ എടുത്തോ. നമ്മൾ ആദ്യം ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് കുറച്ച് ബിരിയാണി കഴിച്ചു. ആദ്യത്തെ ഒരു പാത്രം ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഒരു പ്രാവശ്യം കൂടി കഴിച്ചു, ഒരു പ്രാവശ്യം കൂടി കഴിച്ചു, പിന്നെയും കഴിച്ചു. നമ്മുടെ കപ്പാസിറ്റി കൂടി കഴിഞ്ഞാൽ നമ്മള് വൊമിറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, യൂട്ടിലിറ്റി കുറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിലൊരു വ്യത്യാസം എന്താണ്? ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ നാലാമത്തെ യൂണിറ്റിൽ നിന്ന് അഞ്ചാമത്തെ ബേസിക്കലി മാർജിനൽ യൂട്ടിലിറ്റികൾ, അതുവരെയുള്ള യൂണിറ്റുകളുടെ മാർജിനൽ യൂട്ടിലിറ്റികൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടുന്നത്. ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എത്രയാണ്? അതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ആദ്യത്തെ യൂണിറ്റിന്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും സെയിമാണ്. ഈ 6 എന്ന് പറയുന്ന വാല്യൂ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി. അവിടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ല, രണ്ടാമത്തെ യൂണിറ്റും ഇതിന് മുമ്പുണ്ടായിരുന്ന ഒന്നാമത്തെ യൂണിറ്റും രണ്ടും കൂടി കൺസ്യൂം ചെയ്തപ്പോ എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി, അതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ടോട്ടൽ യൂട്ടിലിറ്റി അപ്പൊ 12ഉം 18ഉം കൂടെ കൂട്ടിയിട്ടാണോ? 12ഉം 6ഉം കൂട്ടിയിട്ട്. അടുത്ത ടോട്ടൽ യൂട്ടിലിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റിയുടെ കൂട്ടിയിട്ട്. അതായത് നാലാമത്തെ യൂണിറ്റിനെ കൺസ്യൂം ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ 4 യൂണിറ്റുകളിലും നിന്ന് എനിക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റികൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായില്ല? 18 അതിനോട് കൂട്ടുമ്പോൾ 22, 24. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഉറപ്പല്ലേ? ഓക്കെ. ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ കാണുന്നത് എന്താണ്, എങ്ങനെയാണ്? ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി നമുക്ക് ഒന്നുകൂടി സിമ്പിൾ ആക്കി ഞാൻ പറഞ്ഞുതരാം. ഒരു ഐസ്ക്രീമിന്റെ കേസ് എടുക്കാം. ആദ്യത്തെ കപ്പ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരുപാട് എന്റെ വാണ്ടുകൾ സാറ്റിസ്ഫൈ പെടുന്നില്ലേ? അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് 12. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് ആദ്യത്തിന്റെ അത്ര എന്റെ വാണ്ട് സാറ്റിസ്ഫൈ പെടുന്നുണ്ടോ? അപ്പൊ അത് കുറവായിരിക്കും, അതാണ് 6. മൂന്നാമത്തേതാവുമ്പോ അത് 4ആണ്, കുറച്ചുകൂടി കുറഞ്ഞു. നാലാമത്തേതാവുമ്പോ അത് 2ആണ്, കുറച്ചും കൂടി കുറഞ്ഞു. അഞ്ചാമത്തേതാവുമ്പോ അതിന് പ്രത്യേകിച്ച് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഇത് മനസ്സിലായില്ലേ? മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര കിട്ടി? ഇപ്പൊ ടോട്ടലും മാർജിനലും ഫസ്റ്റ് പ്രൊഡക്റ്റിന് സെയിം ആയിരിക്കും. രണ്ടാമത്തേനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്തതിനു ശേഷം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റും രണ്ടാമത്തെ പ്രൊഡക്റ്റും ഞാൻ കൺസ്യൂം ചെയ്തു. 2 കൺസപ്ഷൻ പ്രോസസ്സിന് ശേഷമല്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് കൺസ്യൂം ചെയ്ത സമയത്ത് എനിക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി? 12 കിട്ടിയില്ലേ? രണ്ടാമത്തത് കൺസ്യൂം ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടി? ഒരു 6 കിട്ടിയില്ലേ? ആ 12ഉം 6ഉം കൂടി കൂട്ടുമ്പോ കിട്ടുന്നതാണ് 18. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഇനി നമ്മളുടെ ഈ കാർഡിനൽ അപ്രോച്ചിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് അസംഷനുകൾ ഉണ്ട്. ഒന്ന്, കൺസ്യൂമർ ഈസ് റാഷണൽ എന്നുള്ളതാണ്. എന്താണ് ഈ കൺസ്യൂമർ ഈസ് റാഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിവൺ കൺസംഷൻ ബണ്ടിൽ ഉണ്ട്. ഈ ഗിവൺ കൺസംഷൻ ബണ്ടിലിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഗിവൺ കൺസംഷൻ ബണ്ടിലിൽ നിന്ന് ഏറ്റവും മികച്ച കൺസംഷൻ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് റാഷണൽ കൺസ്യൂമറുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ റാഷണൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ബജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും. ബജറ്റ് കൺസ്ട്രെയിൻ എന്നോട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പൈസക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് കൊണ്ട് എന്റെ കയ്യിൽ 100 രൂപയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ 100 രൂപക്ക് മുമ്പിട്ട് കിട്ടുന്ന ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന ഒരു ബണ്ടിലായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് റാഷണൽ കൺസ്യൂമർ എന്നുള്ള ഒരു അസംഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം, ദ ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസസ് വിൽ ബി ഗിവൺ. അതായത് എനിക്ക് ആപ്പിളിനോടാണ് ഓറഞ്ചിനെക്കാളും താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ കാര്യമാണ്, പിന്നെ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് കൺസംഷന് മാത്രമാണ്. അതായത്
ആപ്പിൾസ് ആർ പ്രിഫേർഡ് ടു ഓറഞ്ചസ്. അപ്പൊ ഒരു യൂണിറ്റ് ആപ്പിൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്ര യൂട്ടിലിറ്റി കിട്ടും. അതിനേക്കാളും യൂട്ടിലിറ്റി ഉണ്ടാവും എനിക്ക് രണ്ടാമത്തെ യൂണിറ്റ് ആപ്പിൾ കൺസ്യൂം, അതിനേക്കാളും യൂട്ടിലിറ്റി ഉണ്ടാവും മൂന്നാമത്തെ യൂണിറ്റ് ആപ്പിൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂട്ടിലിറ്റി. മനസ്സിലായോ ടീച്ചറെ? മനസ്സിലായി. അവിടുന്ന് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അടുത്ത അസംഷൻ എന്ന് പറയുന്നത്, ഗുഡ്സ് ആർ ഗുഡ്. ഗുഡ്സ് ആർ ഗുഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ ഒരു മാർജിനൽ യൂട്ടിലിറ്റി -2 വരുന്ന ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ 0 വരുന്ന ഒരു കേസ് ഉണ്ട്. അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മാർജിനൽ യൂട്ടിലിറ്റി 0യോ നെഗറ്റീവോ ആവുന്നില്ല, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. ഇൻ റിയാലിറ്റി അങ്ങനെയല്ല, പക്ഷെ ഇത് നമ്മുടെ ഒരു അസംഷൻ. ഗുഡ്സ് ആർ ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം ആവട്ടെ, ഞാൻ സിഗരറ്റ് വലിക്കുകയാണോ കള്ളു കുടിക്കുകയാണോ എന്നുള്ളത് അതിൽ കാര്യമില്ല. ഒരു 5 സിഗരറ്റ് അവൻ അധികം വലിച്ചു കഴിഞ്ഞാല് അതിൽ നിന്നും എനിക്ക് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ കൺസംഷൻ കൂടുന്തോറും, ഗുഡ്സ് എത്രത്തോളം കൂടുന്തോറും, ക്വാണ്ടിറ്റി കൂടുന്തോറും അത് നല്ലതാണ്. അതാണ് ഈ ഗുഡ്സ് ആർ ഗുഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലായ്പ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളൊരു അസംഷൻ കൂടി ഇവിടെ. മനസ്സിലായോ? ബട്ട് ഇൻ റിയാലിറ്റി ദിസ് മേ നോട്ട് ബി ദ കേസ്. ക്ലിയർ ആണോ ഷീന? ഓക്കെ, ഗുഡ്. പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഇസ് ഡിമിനിഷിംഗ്. ഡിമിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി കർവ് വിൽ ബി എ ഡൗൺവേർഡ്സ് സ്ലോപ്പിംഗ് കർവ്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? യൂട്ടിലിറ്റി ഈസ് മെഷർഡ് കാർഡിനലി അല്ലെങ്കിൽ ന്യൂമറിക്കലി ആണ് നമ്മൾ മെഷർ ചെയ്യപ്പെടുന്നത്. സോ ന്യൂമറിക്കലി മെഷർ ചെയ്യുന്ന സമയത്ത് ആപ്പിൾസ് ആർ പ്രിഫേർഡ് ടു ഓറഞ്ചസ്. എനിക്ക് ആപ്പിൾ ആണ് ഓറഞ്ചിനെക്കാളും താല്പര്യം. അപ്പോൾ ആപ്പിൾ ആണ് ഓറഞ്ചിനെക്കാളും താല്പര്യം എന്ന് മാത്രമല്ല നമ്മൾ ഇവിടെ അറിയുന്നത്, ബൈ വാട്ട് എമൗണ്ട്. ആപ്പിള് താല്പര്യമുള്ളതിനേക്കാളും 2 മടങ്ങ് അല്ലെങ്കിൽ ഓറഞ്ച് താല്പര്യമുള്ളതിനേക്കാളും 2 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് എനിക്ക് ആപ്പിളിനോട് താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ന്യൂമറിക്കൽ എസ്റ്റിമേഷൻ കൂടി ഉണ്ടാവും നമ്മളുടെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ. പിന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് മണി കൊണ്ട്, അതായത് എന്റെ കയ്യിൽ ഒരു 100 രൂപ അഡീഷണൽ കിട്ടും. ആ 100 രൂപ, ആ കിട്ടിയ 100 രൂപ, ഇപ്പൊ അതായത് എനിക്ക് എന്റെ വരുമാനം 0 അല്ലെങ്കിൽ എന്റെ ഇൻകം 0. എനിക്ക് ആദ്യം ഒരു 100 രൂപ കിട്ടി, പിന്നെ ഒരു 100 രൂപ കിട്ടി, പിന്നെ ഒരു 100 രൂപ കിട്ടി. ഒരു നോർമൽ ഗുഡ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓരോ അഡീഷണൽ യൂണിറ്റ് കിട്ടുന്ന സമയത്തും ഉണ്ടാവുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണ് എന്നല്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലേ? പക്ഷെ മണിയുടെ കേസിൽ അങ്ങനെയല്ല. മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാൻ കാരണം? ചിന്തിച്ചു നോക്ക്. മണി ഒരു മീഡിയം ആണ് എന്നുള്ളത് കൊണ്ടല്ലേ. എന്റെ കയ്യില് എനിക്കൊരു അഡീഷണൽ ആപ്പിൾ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഐസ്ക്രീം കിട്ടി. അപ്പൊ അഡീഷണൽ ഐസ്ക്രീം കിട്ടുന്ന സമയത്ത് എനിക്കത് ഓൾറെഡി ഞാനൊരു ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുകയാണ്, 2 ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അഡീഷണൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അതിനൊരു പരിധിയുണ്ട്. പക്ഷെ പൈസ അങ്ങനെയല്ല. എന്റെ കയ്യിൽ ഒരു അഡീഷണൽ 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 100 രൂപയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോ എനിക്ക് 2 ഗുഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഐസ്ക്രീമും ഉണ്ട്, വേറെ എന്തെങ്കിലും ഒരു ഗുഡ്സ്, ചോക്ലേറ്റും ഉണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് ചോക്ലേറ്റിനോടാണ് കൂടുതൽ പ്രിയം, കാരണം ഓൾറെഡി ഞാൻ 3 ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ചോക്ലേറ്റിനോടാണ് ഇപ്പൊ എനിക്ക് കൂടുതൽ പ്രിയം എന്നുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ മാർജിനൽ യൂട്ടിലിറ്റി കുറവായിരിക്കും, അല്ലെ? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ മണിയാണ് എനിക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? എനിക്ക് ഐസ്ക്രീം കഴിക്കാതെ ആ പൈസ ഉപയോഗിച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുഡ്സ് കൺസ്യൂം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത്. നമുക്ക് ആ പൈസ ഉപയോഗിച്ചിട്ട് ആ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി തരുന്ന പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? രണ്ടുപേർക്കും ക്ലിയർ ആണോ? അല്ല സാറേ, മണിയുടെ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയാൻ കാര്യം എന്താ? അതായത് 1 സെക്കൻഡ്, ഇപ്പോ ഈ രണ്ട് ഗുഡ്സ് ആണ് നമുക്ക് ഉള്ളത്, ഐസ്ക്രീം വേഴ്സസ് ചോക്ലേറ്റ്. ഒരു ഗുഡ്സിന്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തുകൊണ്ടാണ് ഡിമിനിഷിംഗ് ആവുന്നത്? ക്ലിയർ അല്ലേ? യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ മണിയുടെ കേസിൽ മണി എന്നുള്ളത് ഇതുപോലത്തെ ഒരു ഗുഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മാർജിനൽ യൂട്ടിലിറ്റിയും ഡിമിനിഷിംഗ് ആയിരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കും. എനിക്കൊരു 100 രൂപ അഡീഷണൽ വന്നു. ഫസ്റ്റ് ഒരു 100 രൂപ കിട്ടി. ആ 100 രൂപ ഞാനൊരു ഐസ്ക്രീം മേടിച്ചു കഴിച്ചു. 100 രൂപയാണ് ഒരു ഐസ്ക്രീമിന്റെ വില നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ 100 രൂപ കിട്ടും എന്ന സമയത്ത്, അല്ലെങ്കിൽ ചെറിയ ഒരു ഐസ്ക്രീമിന്റെ വാല്യൂസ് എന്തോ ആവട്ടെ. സോ ഞാൻ ആദ്യത്തെ 100 രൂപയുണ്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചു കഴിച്ചു. എനിക്ക് അപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഐസ്ക്രീമാണ്. അപ്പൊ ഐസ്ക്രീമിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം യൂട്ടിലിറ്റി എനിക്ക് അവിടെ കിട്ടിയില്ലേ? ഫസ്റ്റ് 100 രൂപയിൽ നിന്ന്
രണ്ടാമത്തെ 100 രൂപയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഐസ്ക്രീം മേടിക്കുന്നതിന് പകരം കുറച്ച് ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റും മേടിക്കുന്നു. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ഓഫ് മണിയിൽ നിന്ന്, അല്ലെങ്കിൽ ആദ്യത്തെ 100 യൂണിറ്റ് ഓഫ് മണിയിൽ നിന്ന് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, പക്ഷെ രണ്ടും രണ്ടളവിലല്ലേ? അതെങ്ങനെ രണ്ടും രണ്ടളവിലാവുന്നത്? ഓക്കെ, രണ്ട് ഐറ്റം വാങ്ങിച്ചില്ലേ? ഓക്കെ, ഞാനൊന്ന് ഡീകമ്പോസ് ചെയ്യാം. 100 രൂപയാണ് നമ്മൾ ഫസ്റ്റ് കിട്ടുന്നത്. ആ 100 രൂപയിൽ നിന്ന് 10 രൂപയുടെ ഐസ്ക്രീം കപ്പുകളാണ്. 10 ഐസ്ക്രീം കപ്പുകൾ ഞാൻ മേടിച്ച് കഴിച്ചു എന്ന് കൂട്ടാം. അപ്പൊ ഒരു ഐസ്ക്രീം കപ്പ് കഴിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 10 ആണ്. അപ്പൊ മൊത്തം എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 100 ആണ്. ഫസ്റ്റ് കേസിൽ ക്ലിയർ അല്ലേ? സെക്കൻഡ് കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഐസ്ക്രീം 10ന് പകരം ഒരു 8 ആയിട്ടുണ്ടാവും ഇല്ലേ? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ ഐസ്ക്രീമിന്? അപ്പൊ ഞാൻ 10 യൂണിറ്റ് മേടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി 80 ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 6 യൂണിറ്റ് ഐസ്ക്രീം കഴിക്കുന്നു. അപ്പൊ അതിന് എനിക്കൊരു 48 എന്നുള്ള യൂട്ടിലിറ്റി കിട്ടി. ബാക്കി ഉള്ള പൈസ ഉപയോഗിച്ചിട്ട് ഞാൻ ചോക്ലേറ്റ് മേടിക്കുന്നു. 4 യൂണിറ്റ് അത് മേടിച്ചിട്ട് എത്ര വേണം? അപ്പൊ ചോക്ലേറ്റ് ഒരു യൂണിറ്റിന്റെ യൂട്ടിലിറ്റി അപ്പൊ 13 ആണ് എന്ന് അസ്യൂം ചെയ്യാം, ഈ സമയത്തുള്ള മാർജിനൽ യൂട്ടിലിറ്റി. അപ്പൊ 4 × 13 52 ആയില്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ യൂട്ടിലിറ്റി 100 കിട്ടിയില്ലേ? ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് മാർജിനൽ യൂണിറ്റി ഓഫ് മണി കോൺസ്റ്റന്റ് ആവുന്നതെന്നുള്ളത്? പൈസ ആവുന്ന സമയത്ത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സാഹചര്യത്തിലുള്ള മാർജിനൽ യൂട്ടിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളുടെ ചോയ്സ് മാറ്റാൻ പറ്റും. കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാറ്റം ഉണ്ടാവാം, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി സെയിം ആവാം. ക്ലിയർ ആണോ? ഓക്കെ. നൗ കാർഡിനൽ യൂട്ടിലിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നീടുള്ളത് ഓർഡിനൽ. ഒരു മിനിറ്റ്, give me 1 second. ഓക്കെ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. സോ അടുത്തത് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി ആണ് നോക്കുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി ഇസ് മെച്ചേർഡ് ഓർഡിനലി, ക്വാളിറ്റേറ്റീവ്ലി ആണ്. നമ്മൾ എന്താണ് ന്യൂമറിക്കലി അല്ല, ഓർഡറിംഗ് ആണ് ചെയ്യുന്നത്. ഇത് കുറെ കൂടി റിയലിസ്റ്റിക് ആണ്. എന്താണ് റിയലിസ്റ്റിക് എന്ന് പറയാൻ കാരണം? ആക്ച്വലി നമുക്ക് ആപ്പിൾസിനെ ഓറഞ്ചിനെക്കാളും താല്പര്യം ഉണ്ട് എന്ന് അറിയുന്നുണ്ടാവും. പക്ഷെ ആപ്പിൾസിനെ ഓറഞ്ചിനെക്കാളും 2 മടങ്ങ് 3 മടങ്ങ് താല്പര്യം എന്നുള്ള രീതിയിൽ നമുക്ക് താല്പര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ സാധ്യമല്ല അല്ലെ? ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ നമുക്ക് ബേസിക്കലി 3 അപ്രോച്ചുകൾ സാധ്യമാണ്, 2 അപ്രോച്ചുകൾ സാധ്യമാണ്. ഒന്ന് ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചും മറ്റൊന്ന് റിവീൽഡ് പ്രിഫറൻസ് അപ്രോച്ചും. ഇൻഡിഫറൻസ് കർവ് അപ്രോച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ടാവും. ഒരു ഇൻഡിഫറൻസ് കർവിൽ ഉണ്ടാവുക 2 ഗുഡ്സ് ഉണ്ടാവും. നമുക്ക് ഐസ്ക്രീം എടുക്കാം, അതുപോലെ തന്നെ ചോക്ലേറ്റ് എടുക്കാം. സോ ഒരു ഇൻഡിഫറൻസ് കർവ് ഇസ് ബേസിക്കലി ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ്. സോ പല രീതിയിൽ നമുക്ക് ഐസ്ക്രീം കൺസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ 2 യൂണിറ്റ് ഐസ്ക്രീമും 4 യൂണിറ്റ് ചോക്ലേറ്റും. അങ്ങനെയാണെന്നിട്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഇത്രയാണ്, ഈ പറയുന്ന പോയിന്റ് ആണ്. വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് ഐസ്ക്രീമും 3 യൂണിറ്റ് ചോക്ലേറ്റും ആണ്. മറ്റൊരു ഒന്നെന്ന് പറയുമ്പോൾ 4 യൂണിറ്റ് ഐസ്ക്രീമും 2 യൂണിറ്റ് ചോക്ലേറ്റും ആണ്. പക്ഷേ ഈ പല കോമ്പിനേഷനുകൾക്കും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഒന്നാണ്, 10 യൂണിറ്റ് ആണ്. ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ് ദാറ്റ് ഗീവ്സ് ദ സെയിം യൂട്ടിലിറ്റി ഫോർ ഡിഫറെന്റ് കൺസംപ്ഷൻ ബണ്ടിൽസ്. ക്ലിയർ ആണോ? സോ അവിടെ നമ്മൾ യൂട്ടിലിറ്റി എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാവും. യൂട്ടിലിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2. x1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദി ഫസ്റ്റ് പ്രോഡക്റ്റ്, x2 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദി സെക്കൻഡ് പ്രോഡക്റ്റ്. സോ ഇതിന്റെ രണ്ടിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളമാണ് നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്നും സെക്കൻഡ് പ്രോഡക്റ്റിൽ നിന്നുള്ള യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മുടെ സാഹചര്യങ്ങൾക്കും ടേസ്റ്റുകൾക്കും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. ഇൻഡിഫറൻസ് കർവിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ആക്സിയമുകൾ ഉണ്ട്. ഒന്ന്, axiom of reflexiveness.